ഏറെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം ഭാഗമാണ് 56-ാം സങ്കീർത്തനം. അതെ, ദാവീദിൻ്റെ സ്വർണ്ണഗീതമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതെ, മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ എഴുതിയെന്നൊക്കെയാണ് തലവാചകം കൊടുത്തിരിക്കുന്നത്. പെലിസ്യർ ഗത്തിൽ വെച്ച് അവനെ പിടിച്ചപ്പോൾ അവൻ പാടിയ പാട്ടായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അതൊന്നും വിവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ഭക്തൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്നോട്. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ ഒറ്റ വാക്ക് രാവിലെ പറഞ്ഞാൽ പോരെ? വാസ്തവത്തിൽ ദൈവമേ എന്നോട് ആവർത്തിച്ചൊന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ കൃപ. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എന്നോട് എന്തുണ്ടാകണം? ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വൈഷമ്യമേറിയ അവസ്ഥയിൽ പൗലോസ് 3 ആവർത്തി പ്രാർത്ഥിച്ചു, എനിക്കൊരു സൗഖ്യം വേണം. ഞാൻ പ്രാർത്ഥിച്ച് മരിച്ചവർ ഉയർക്കുന്നു, രോഗി സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ സൗഖ്യമില്ല, എനിക്കൊരു സൗഖ്യം വേണം. കർത്താവ് 3-ാമത്തെ പ്രാവശ്യമേ മറുപടി പറഞ്ഞുള്ളൂ. 2 പ്രാവശ്യം മിണ്ടാതിരുന്നു. 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞത് സൗഖ്യം വേണോ കൃപ വേണോ? പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു കൃപ മതി. അന്നേരം കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിൻ്റെ എല്ലാ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. ഇന്ന് രാവിലെ നമുക്ക് മനസ്സിന് ബലഹീനതയുണ്ട്, ശരീരത്തിന് ബലഹീനതയുണ്ട്, മറ്റ് പല മേഖലകളിൽ നമ്മൾ ബലഹീനത അനുഭവിക്കുന്നവരാണ്. എന്നാൽ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിച്ചാൽ, രാവിലെ ഒന്ന് ആഗ്രഹിച്ച കർത്താവേ, എനിക്ക് മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മോശയോട് ദൈവം പറയുകയാണ്, മോശേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ദൈവം അടുത്തറിയുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പകരപ്പെടുന്നത്. ഇന്ന് രാവിലെ അടുത്തിരിക്കുന്നവന് മാത്രമേ ദൈവത്തെ അടുത്തറിയാൻ കഴിയത്തുള്ളൂ. ഭക്തൻ പറഞ്ഞ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത്. സ്തോത്രം പറഞ്ഞേ. ലോകത്തിൽ മറ്റാരോടടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവത്തോടടുത്തിരിക്കുന്നതാണ്. നമ്മൾ അടുത്തിരിക്കുന്നു തോന്നുന്ന പലരും അവസരം വരുമ്പോൾ മാറിപ്പോയേക്കാം. പക്ഷേ ദൈവത്തോടടുത്തിരിക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്. മറ്റെല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ദൈവത്തിൻ്റെ കരുതൽ. ഓ ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. മതി. 11-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് എൻ്റെ വിശ്വാസം. 3-ാം വാക്യം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും. 11-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യത്തിൽ ഗത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ഭ്രാന്താന്നൊക്കെ അഭിനയിച്ചായിരുന്നു. നമുക്ക് ആ കഥയൊക്കെ അറിയാം. സ്വന്തം തുപ്പല് വാരി മുഖത്തൊക്കെ പുരട്ടി ഒരു ഭ്രാന്തനെ പോലെയൊക്കെ ഗത്തി വെച്ച് എന്ത് ചെയ്തു? താൻ അഭിനയിച്ചു. അത് പ്രസംഗിക്കാൻ പോയ നമ്മുടെ സമയം പോവും. താൻ ജീവന് ഭീഷണിയുണ്ടെന്നറിഞ്ഞ് ഭയപ്പെട്ടു. ഭയപ്പെട്ടപ്പോൾ തൻ്റെ കൈക്കരുത്തിൽ ആശ്രയിച്ചെന്നല്ല. തൻ്റെ കൈക്കരുത്തറിയാമോ? 40 രാവും 40 പകലും വെല്ലുവിളിച്ചവനെ ഒറ്റയ്ക്ക് എറിഞ്ഞിട്ടവനാ, ഒറ്റയ്ക്ക് കരുത്ത് വെട്ടിയവനാ, ഒരു സിംഹത്തെ കീറിക്കളഞ്ഞവനാ, ഒരു കരടിയെ അടിച്ചു കൊന്നവനാ. കൈക്കരുത്തുണ്ട്. എന്നേരം തൻ്റെ ബലത്തിൽ ആശ്രയിച്ചെന്നല്ല, തൻ്റെ സ്വാധീനങ്ങളിൽ ആശ്രയിച്ചെന്നല്ല, തൻ്റെ രാഷ്ട്രീയ പിൻബലത്തിൽ ആശ്രയിച്ചെന്നല്ല, തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പിടിപാടുകളിൽ ആശ്രയിച്ചെന്നല്ല. താൻ ഭയപ്പെട്ടപ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ജീവിതത്തിൻ്റെ വൈതരണികളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നിനക്ക് ആശ്രയിക്കാൻ ഒരുവനുണ്ട്. അത് നിന്റെ ദൈവമാ. ഓ റബലമനഗഷ്.
അവരെ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, മറ്റൊന്നിലും നീ ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നവരെ ഞാൻ ഏറ്റു ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയുന്നവരൊന്നും ഏക്കത്തില്ല. അവരേറ്റാലും ഒന്നും നടക്കത്തില്ല. അതറിഞ്ഞ ദാവീദ് കൈക്കരുത്തിൽ ആശ്രയിച്ചില്ല. ഒരു രോമത്തിന് ഉന്നം പിഴിക്കാതെ എറിയാൻ അറിയാവുന്നവനാണ്, നന്നായി പൊരുതാൻ അറിയാവുന്നവനാണ്. തൻ്റെ കൂടെ നല്ലൊരു സൈന്യമുണ്ട്, ശക്തനായ സൈന്യാധിപൻ യോവാബുണ്ട്, നല്ല ദൂത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അഹീതോബേലുണ്ട്, നല്ല ആലോചന പറയുന്ന സ്നേഹിതരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്യാവശ്യം വന്നാൽ ഏഫോദ് കൊണ്ടു കൊടുക്കുന്ന പുരോഹിതനുണ്ട്. വിശന്നാൽ ആലയത്തിലെ മേശയിലെ അപ്പം കൊണ്ടു കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ എങ്ങുമല്ല ആശ്രയിച്ചത്. അവൻ ആശ്രയിച്ചത് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിലാണെങ്കിൽ ഇന്ന് രാവിലെ മറ്റൊന്നിലും ആശ്രയിക്കാതെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ ആരോ പണ്ട് പറഞ്ഞു, ഞാൻ പാതി ദൈവം പാതി. അങ്ങനൊരു സംഭവമില്ല. ആരുടെയും പാതി ചെയ്യുന്ന ആളല്ല ദൈവം. നീ ചെയ്ത പകുതിയുടെ ബാക്കി ചെയ്യാൻ വരുന്ന ആളല്ല ദൈവം. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞ് യഹോവയിൽ ആശ്രയിക്കുകയും പകുതി ആശ്രയിക്കുകയും ചെയ്ത്. അങ്ങനാണോ? അല്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. ഇന്ന് രാവിലെ ഒന്ന് മുറുകെ പിടിച്ച നീ പാതിയും ദൈവം പാതിയൊക്കെ വിട്ടേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പൂർണ്ണമായിട്ട് കർത്താവ് ഈ വിഷയത്തിൽ നീ ഇടപെട്ടല്ലാതെ, നീ ഇറങ്ങി വന്നല്ലാതെ, നിന്റെ കരം ചലിച്ചല്ലാതെ എനിക്കൊരു വിടുതലില്ല. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുകയാണ്. ഈ രാവിലെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ. ഓ റബല മനരഗദ ഉഷാര മനകൾ കരാദര വശസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അടുത്ത വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഒരു സ്തോത്രം പറഞ്ഞ്. ഈ മനുഷ്യനിപ്പോൾ ഉഴലുക. ആദ്യം ഗഹ്വരങ്ങളിൽ പാർത്തു, പിന്നെ ഗുഹകളിൽ പാർത്തു, പിന്നെ നാട് വിട്ട് ഗത്തിപ്പോയി, മരുഭൂമിയിൽ പോയൊരു വേഴാമ്പലിനെ പോലെ അലഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു ചത്ത നായെ കൊല്ലാൻ ഓടുന്നത് പോലെ പുറകെ മനുഷ്യൻ ഓടി. ഒരു ചെള്ളിനെ ഉപദ്രവിക്കുന്ന പോലെ ഉപദ്രവിച്ചു. മരണവും താനും തമ്മിൽ ഇനി ആകപ്പാടെ ഒരടി അകലമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. താൻ ഉഴലുകയാണ്. ഉയരുമ്പോൾ താൻ പറഞ്ഞു, എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞ്. അത് ഭാര്യ അറിഞ്ഞു കാണത്തില്ല, അത് നിന്റെ ഭർത്താവ് അറിഞ്ഞു കാണത്തില്ല, അത് മീകലിനറിയത്തില്ല, അത് അബീഗയിലിനറിയത്തില്ല, അത് മക്കൾ അബ്ശാലോമിനോ അദോനിയാവിനോ അറിയത്തില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പട്ടാളത്തിന് നേതാവായ യോവാവിനറിയത്തില്ല. പക്ഷെങ്കിൽ ഉഴൽച്ചകളെ എണ്ണുന്നൊരു ദൈവം. ഈ രാവിലെ എത്ര പേരെൻ്റെ കൂടെയുണ്ട്? ആരോടും പറയാതെ രാത്രിയുടെ യാമത്തിൽ കിടന്ന് അയ്യം വിളിച്ച് കരഞ്ഞ കണ്ണുനീര് ആ തലവണെ പതിയല്ല, തുരുത്തിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ആരും കാണാതെ നീ കരഞ്ഞ കണ്ണുനീര് തുരുത്തിയിൽ എണ്ണിയിട്ട് പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. ഹലോ, എന്നൊക്കെയാ കരഞ്ഞെന്ന്? 2026 ജനുവരി 1-ാം തീയതിയാണോ, ഫെബ്രുവരി 13-ാം തീയതിയാണോ, മാർച്ച് 7-ാം തീയതിയാണോ? നീ എപ്പോഴൊക്കെയാ കരഞ്ഞതെന്ന് പുസ്തകത്തിൽ കുറിച്ചു. നീ ആ പുസ്തകം കണ്ടില്ല, പക്ഷെ അവൻ്റെ പുസ്തകത്തിൽ അതുണ്ട്.
ഇന്ന് രാവിലെ അത് അളക്കുന്ന ദിവസമാണ്. നീ കരഞ്ഞ കണ്ണുനീര് അവൻ അളന്നിട്ട് അതിന് മറുപടി തരുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഉലകത്തിൽ ആരും അറിയാതെ നീ കരഞ്ഞ കണ്ണുനീരുകളെ അളന്ന് ഈ പകൽ ആരോടൊക്കെയോ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ ഉരൾച്ചകളെ അവൻ എണ്ണുന്നുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നവര് 9-ാമത്തെ വാക്ക് ഞാനൊന്ന് വിളിച്ചു. ആ വിളി സാധാരണ വിളിയായിരിക്കത്തില്ല കേട്ടോ. ഹിസ്കിയാവേ, നീ മരിക്കും, ഈ രോഗം മരണത്തിനാ, ഇതോടെ പരിപാടി ക്ലോസ് ആകുക, അതുകൊണ്ട് വേണമെങ്കിൽ വീട്ടുകാരിയൊക്കെ ഒന്ന് ക്രമീകരിച്ചോളാൻ പറഞ്ഞു. നമ്മളായിരുന്നെങ്കിൽ ഉടനെ പിള്ളേരെ എല്ലാം വിളിച്ച് ആധാരമെല്ലാം എഴുതി ആ പിള്ളേർക്ക് ഇന്നതാന്നൊക്കെ പറഞ്ഞ് കൊടുത്തേനെ. ഹിസ്കിയാവ് അതൊന്നും ചെയ്തില്ല. നേരെ ചുമരിന് നേരെ ഒന്ന് തിരിഞ്ഞു. അവൻ്റെ ചരിത്രം ആ ചുമരിനറിയാം. ഇന്നലെ അവൻ ആരായിരുന്നതും ഇന്ന് ആരാണെന്നും ഏത് സാഹചര്യത്തിൽ പോകുന്നൊക്കെ അറിയാം. അവൻ അങ്ങോട്ട് തിരിഞ്ഞൊരു ഒറ്റ വിളി വിളിച്ചു. അത് നമ്മളൊക്കെ വിളിക്കുന്ന പോലല്ല വിളിച്ചേ. അയ്യോ യഹോവേ, ഒരു സ്തോത്രം പറയണം. അയ്യോ, സ്വർഗം അവിടെ നിന്നെന്ന് പ്രവചിച്ചേച്ച് കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയ മനുഷ്യനോട് പറഞ്ഞു തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. എൻ്റെ ഭക്തന്റെ ഒറ്റ വിളി ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ, ഇന്ന് പകൽ നീ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രവാചകൻ ചത്തുപോമെന്ന് പറഞ്ഞു, അതേ പ്രവാചകൻ തിരിച്ചു വന്ന് പറഞ്ഞു 15 വർഷം കൂട്ടിയേക്കുക. നിന്റെ ആയുസ് നിർണയിക്കുന്നത് ഇവിടുത്തെ വൈദ്യനല്ല, ഇവിടുത്തെ മെഡിക്കലല്ല, ഇവിടുത്തെ ആയുർവേദമല്ല, ഇവിടുത്തെ ഫിസിയോതെറാപ്പി അല്ല. നിന്റെ ആയുസ് നിശ്ചയിക്കുന്നത് നിന്നെ ഇവിടെ അയച്ചവനാണ്. അവന് നിന്നെക്കുറിച്ച് ഇനിയും പദ്ധതി ഉണ്ടെങ്കിൽ സംവത്സരങ്ങളെ ദൈർഘ്യമാക്കി ആയുസിനെ നീട്ടി പദ്ധതികളെ നിവർത്തിക്കാൻ ദൈവം മതിയായവനാണെന്ന് ഈ രാവിലെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ ഈ ദാവീദിനെ മരണത്തിന്റെ കയറുകൊണ്ടങ്ങ് കെട്ടി, മരണക്കയർ. അതിന് ദാവീദിട്ട പേര് മരണപാശങ്ങൾ എന്നെ ചുറ്റി. എന്നിട്ട് സാധാരണ വേദനയല്ല, ഈ ധനവാൻ യാതനാസർത്തി കിടന്നപ്പോൾ അനുഭവിച്ച വേദനയില്ലേ, ആ വേദനയുടെ പേര് പാതാള വേദന. നിങ്ങളെൻ്റെ ഇവിടെ ഉണ്ടോ? മനുഷ്യൻ സഹിക്കുന്ന വേദനയല്ല, പാതാള വേദന. ഒന്ന് മരണത്തിന്റെ കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു വെച്ചേക്കുക. കൈയടിക്കാൻ വയ്യ, സ്തോത്രം പറയാൻ വയ്യ, ആരാധിക്കാൻ വയ്യ, മുഴങ്കാലും അടക്കാൻ വയ്യ, വരിഞ്ഞു മുറുക്കിയേക്കുക. മരണക്കയർ വേദന, പാതാള വേദന. അപ്പൊ സാധാരണ വിളി വിളിച്ചാൽ പോരാ. നമ്മൾ ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ ഇങ്ങനെ ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒറ്റ വിളിയാണ്, അയ്യോ യഹോവേ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ സംവത്സരങ്ങളെ ദൈവം നീട്ടിയെങ്കിൽ അനുഭവിച്ച ഭക്തൻ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ. അപ്പോളെ എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞു. യുദ്ധം ചെയ്തില്ല, കൈക്കൂലി കൊടുത്തില്ല, രാഷ്ട്രീയ സ്വാധീനം ചെലവാക്കിയില്ല, പൈസ കൊടുത്തൊന്നും ചെയ്തില്ല. ആകെ ദൈവത്തെ ഒന്ന് വിളിച്ചു. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? ഈ വലിയ പ്രശ്നത്തിന് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തെ ഒന്ന് വിളിച്ചു, ഒന്ന് അപേക്ഷിച്ചു. എന്നേരമേ ശത്രുക്കൾ ചിതറി. എൻ്റെ ശത്രുക്കൾ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു. അവർക്ക് മനസ്സിലായി ദൈവം പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന് അനുകൂലമാണ്. സ്തോത്രം പറഞ്ഞില്ല. ദൈവത്തെ വിളിക്കുന്ന ഈ മനുഷ്യൻ അനുകൂലമാണ് ദൈവമെന്ന് ശത്രുക്കൾക്ക് മനസ്സിലായെന്ന്.
ഇന്ന് രാവിലെ നീ ഇവിടെ കഷ്ടപ്പെട്ട് ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ആരാധനയ്ക്ക് വന്നപ്പോൾ ദൈവാത്മ പറഞ്ഞു, നീ ഇവിടെ വന്നതും ഇരുന്നതും എഴുന്നേക്കുന്നതുമെല്ലാം അറിയുന്ന ദൈവം ഇന്ന് രാവിലെ പടപൊരുതാൻ അടുത്തു വന്ന ചില പോരുകൾ പിന്തിരിഞ്ഞു പോകുന്നത് പോലെയുള്ള ആത്മീയ അനുഭവങ്ങൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവര് നിനക്കെതിരെ, കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ അല്ലെ ആഞ്ഞടുത്തു വരുന്ന ചില പോരുകൾ പിന്തിരിഞ്ഞോടുന്നത് പോലെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ ഭയപ്പെട്ട മനുഷ്യൻ പറയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാനിനി ഭയപ്പെടുകയില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം കൂടാതെയുള്ള ഭയം. രാവിലെ ഉണരുമ്പോഴേ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ആരാ ഫോണിൽ വിളിക്കാൻ പോകുന്നത്, ആരാ കോളിങ് വല്ല അടിക്കാൻ പോകുന്നത്, ആരാ വീട്ടിലോട്ട് വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭയം. ഇന്ന് രാവിലെ എല്ലാത്തിനും പരിഹാരം ദൈവത്തെ ഒന്ന് വിളിച്ചു, ദൈവത്തിൽ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയിച്ചപ്പോൾ അവൻ്റെ മാനുഷിക ഭയങ്ങളെല്ലാം മാറി. ഇന്ന് രാവിലെ ഭയപ്പെട്ടിരിക്കുന്ന ആരോ ഉണ്ടെന്ന് ദൈവാത്മ പറയുന്നു. നിന്റെ അകത്തെ ഭയങ്ങൾ ഈ രാവിലെ മാറണം. ഹല്ലേലൂയ. രോഗം വരുമെന്നുള്ള ഭയം, വഴി അടയുമെന്നുള്ള ഭയം, ജോലി കിട്ടത്തില്ലെന്നുള്ള ഭയം, PR അടിക്കത്തില്ലെന്നുള്ള ഭയം, വിവാഹം നടക്കത്തില്ലെന്നുള്ള ഭയം, തലമുറ ജനിക്കത്തില്ലെന്നുള്ള ഭയം, കാരണം കൂടാതെ ആവശ്യമില്ലാത്ത ഭയങ്ങൾ നിന്നെ അലട്ടുന്ന ദൈവാത്മാവ് ദൂത് പറയുകയാ. ഇന്ന് രാവിലെ ഭയങ്ങളെല്ലാം ഒന്ന് മാറിക്കേ. നീ പറ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുത്തേ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ പറ. ഉറപ്പാണോ? ഭയം മാറിയ മനുഷ്യൻ പറയാണ്, മനുഷ്യൻ എന്നോട് എന്നോ ചെയ്യാൻ കഴിയും. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇനി ഒരു മനുഷ്യനും എന്നോട് ഉറപ്പ് പ്രാപിച്ച് ഈ ആലയം വിടാവൂ. ഈ ആലയത്തിൻ്റെ ലിഫ്റ്റ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ നീ ധൈര്യം പ്രാപിക്കണം. ഇന്ന് കേട്ട ദൂത് എന്നോടായിരുന്നു. ഞാൻ ആവശ്യമില്ലാതെ പലതിനെ ഭയപ്പെടുകയാണ്. ആ ഭയം നിന്നെ ബലഹീനനാക്കുന്നു, ആ ഭയം നിന്നെ രോഗിയാക്കുന്നു, ആ ഭയം നിന്നെ ശാരീരികമായി ക്ഷീണിപ്പിക്കുന്നു, ആ ഭയം നിന്നെ മാനസികമായി അലട്ടുന്നു, ആ ഭയം നിന്നെ പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാക്കുന്നു, ഒന്ന് പാടാൻ കഴിയാത്തവനാക്കുന്നു. ഇന്ന് രാവിലെ ഭയം മാറിയാൽ ഹല്ലേലൂയ, അകത് സൗഖ്യം, ആന്തരിക സൗഖ്യം, ബാഹ്യ സൗഖ്യം. ദൈവാത്മ പറയുന്ന രാവിലെ ഒരു സൗഖ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക ചിലരുടെ മേൽ. ഹല്ലേലൂയ. നാളുകളായി രോഗമല്ല ഭയം മൂലമുണ്ടായ ചില രോഗങ്ങൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആ ശരീരങ്ങളെ വിട്ടുമാറുവാൻ ഞാൻ ആത്മാവി കൽപ്പിക്കുകയാ. യെസ്, അകത്തൊരു സൗഖ്യം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ദൂത് പറയാൻ പോവാ. ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എണ്ണിക്കുറിച്ചിട്ടോ ഈ ദിവസങ്ങളിൽ ദേശത്ത് വെളിപ്പെടും. നീ ആരാണെന്ന് ദേശം അറിയാൻ പോകുകയാ. നീ ആരിൽ ആശ്രയിച്ചെന്ന ദേശം അറിയാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. പണ്ട് ഏത് വിഷയത്തെയും സധൈര്യം നേരിടാനുള്ള മനക്കരുത്ത് നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ നീ മാനസികമായി അല്പം ബലഹീന, ശാരീരികമായി ബലഹീന. പക്ഷെ ഒരു വാക്യമുണ്ട്, ബലവാനും, ഉറക്കെ പറ, ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ, സ്തോത്രം പറയണം, ബലവാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ
നിനക്ക് വേണ്ടി ബലഹീനന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്നവരെ കരമടിച്ച് ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽ ശക്തമായി ദൈവാത്മാവ് പറയുന്നു, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ മേഖലകളിൽ ബലഹീനനായവന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഓ വൈഡരമന. അപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവം എനിക്ക് അനുകൂലം ആണോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈ ഉയർത്തിയവരല്ലേ പറഞ്ഞു. ദൈവം അനുകൂലമെങ്കിൽ ബാക്കി നിങ്ങൾ പറ. പ്രതികൂലം ആര്? ചോദിക്കേ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ പറവോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വിട്ടയക്കാൻ പറയാൻ നിങ്ങളുടെ ദൈവം ആരാ? പ്രൈസ് ദി ലോർഡ്. അയ്യോ, ചെങ്കടലിനകത്തിരുന്ന് വാ പൊളിച്ച് വെള്ളം കുടിച്ചപ്പോൾ അവന് മനസ്സിലായി ദൈവം ആരാന്ന്. ആരാന്ന് ചോദിച്ചവൻ ആരാന്ന് ബോധ്യപ്പെടുത്താൻ ദൈവത്തിനറിയാം. നീ അതിനായിട്ട് ബന്ധപ്പെടുകയൊന്നും വേണ്ട. നിന്നിച്ച നിനക്കൊരു വഴി തുറക്കും. നീ ആ വഴി അക്കരെ കയറും. വഴി തുറക്കാൻ വേണ്ടിയിട്ട് ആരും റോഡ് വെട്ടണ്ട, പാലം പണിയണ്ട. ഒരു കൊച്ചു കിഴക്കൻ കാറ്റടിച്ചാൽ മതി. ഒരു കിഴക്കൻ കാറ്റടിച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. ദൈവത്തിനെ ആശ്രയിക്കുന്നവന് വേണ്ടി വഴി തുറക്കാൻ ഇന്ന് പകൽക്കാലം ഒരു ചെറിയ കിഴക്കൻ കാറ്റടിച്ചാൽ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബത്തിന് വേണ്ടി ദൈവം ആ കാറ്റടിപ്പിക്കുകയാ. ഹല്ലേലൂയ. തകർന്നു പോയ, ശത്രു കുപ്പക്കുന്നാക്കിയ യെരൂശലേമിനെ പണിയാൻ സെരൂബാബേൽ വരുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു വലിയ മഹാപർവ്വതം. പ്രൈസ് ദി ലോർഡ്. അവൻ പർവ്വതം കണ്ട് പേടിച്ച് വിറച്ചെന്നല്ല, അവനൊരു ചോദ്യം ചോദിച്ചു. മഹാപർവ്വതമേ, നീ ആര്? എടാ, ദൈവത്തെ സേവിക്കുന്ന എൻ്റെ മുമ്പിൽ വഴി തടയാൻ നീ ആരാ? എന്നിട്ട് അവനത് ചോദിച്ചേ. അധികാരമുള്ളവരെ ചോദിക്കാവുള്ളൂ, അഭിഷേകമുള്ളവൻ ചോദിക്കണം. എൻ്റെ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കാൻ നീ ആരാ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കൃപ കൃപ എന്നെ ആണിക്കല്ല് കയറ്റി. വിശ്വസിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാവിലെ അല്ലെ ചില പർവ്വത സമാനമായ പോരുകളെ ആത്മാവ് പ്രവചിച്ച് ദൂത് പറയുക. ചില പർവ്വത സമാനമായ പോരുകളെ സമഭൂമിയാക്കുന്നത് പോലെ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കണ്ട. ഒന്ന് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചു. ഒരു മെതിവണ്ടി പോലെ, ഒരു ബുൾഡോസർ പോലെ നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചില പർവ്വത സമാനമായ വിഷയങ്ങളെ ഇടിച്ചു നിരത്തുന്നത് പോലെ. നീ ആത്മാവി ചോദിക്ക, ആത്മാവി പ്രതികരിച്ച് ഹല്ലേലൂയ. സെരൂബാബേലിന്റെ മുമ്പാകെയുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ ആര്? നീ സമഭൂമിയാകും. ഓ റബലബബബസ്. ഹല്ലേലൂയ. 2026 മാർച്ച് മാസം 15-ാം തീയതി പകൽ ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ചില മഹാപർവ്വതമായ വിഷയങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇല്ല. ഇന്ന് പകൽ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗം ദൂതനെ ഇറക്കി. ഇന്ന് പകൽ ആ മഹാപർവ്വത സമാനമായ വിഷയങ്ങളെ, നിന്റെ വഴിയെ അടച്ച, നിന്റെ നന്മയെ മുടക്കിയ, നിന്നെ വെല്ലുവിളിച്ച ചില പോരുകളുടെ നേരെ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ഓ റബലബബസ്. ഭയം മാറ്റിക്കേ, മനസ്സിൽ നിന്ന് ഭയം മാറ്റിക്കേ. ഒന്ന് ധൈര്യപ്പെട്ടേ. ആ പർവ്വതം അവിടെ ഇല്ല, ആ ചെങ്കടൽ അവിടെ ഇല്ല. ഒരു കിഴക്കൻ കാറ്റടിച്ചിട്ടുണ്ട്, വഴി ഓപ്പൺ ആയിട്ടുണ്ട്. അത് ആത്മാവുള്ളവൻ ഇപ്പൊ കാണാൻ കഴിയും. വഴി തുറന്നു കഴിഞ്ഞു. ദൈവം തുറന്നതാ, ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം തുറന്നതാ, ആർക്കും വചനം അയച്ചു തുറന്നതാ, ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഓ റബലമന രഗദ റൗഷ സംദരെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങൾക്ക് ഒരു സമാപ്തി വന്നെന്ന് കണ്ടപ്പോൾ ഭക്തനൊരു ഭയങ്കര തീരുമാനമെടുത്തു. അതിന്റെ 12-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഈ വിടുതൽ കിട്ടുമ്പോൾ നമ്മൾ ചാടി കയറി വല്ലതൊക്കെ ചെയ്യാമെന്നും ചെയ്തു കളയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിടുതൽ കിട്ടിക്കഴിഞ്ഞ് തിരക്കായപ്പോൾ പല കാര്യവും മറന്നുപോയി കാണും. നമ്മുടെ കുഴപ്പമല്ല, മറവി നമുക്കുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇപ്പോൾ ഗത്തിൽ വെച്ച് സങ്കീർണമായ പ്രശ്നത്തിന് മുമ്പിൽ ഒരു മൃഗയുദ്ധം കഴിഞ്ഞ് ജയിച്ചവനെ പോലെ ജയിച്ചവൻ പറയുകയാണ്, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾ നിന്റെ സന്നിധിയിൽ ഞാൻ പലപ്പോഴായി എടുത്തിരിക്കുന്ന ദൈവത്തിനുള്ള എൻ്റെ നേർച്ചകളെ ഞാൻ കഴിക്കും. നീ ദൈവത്തോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധി വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? ദൈവവുമായി ചില കാര്യങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? ഒന്നോർത്തു. പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയാതെ പോയാ നീ സുവിശേഷം പറയാമെന്ന് വല്ലതും പറഞ്ഞായിരുന്നു? നീ ട്രാക്റ്റ് കൊടുക്കാമെന്ന് വല്ലതും പറഞ്ഞായിരുന്നു? നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു? ഹലോ, നിനക്കേ അറിയത്തുള്ളൂ. നീ മറന്നാലും ദൈവം എന്ത് ചെയ്യത്തില്ല. ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായ നെബൂഖദ്നേസർ വലിയ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പം ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യം നെബൂഖദ്നേസറിന് വേണ്ടി ദൈവം ഓർത്തെന്ന. അപ്പം ദൈവത്തിന് വേണ്ടി ആര് ചെയ്താലും ദൈവം എന്ത് ചെയ്യും? ഓർക്കും. അതിനിപ്പോൾ നെബൂഖദ്നേസറിനൊന്നും വിഷയമില്ല, ഒരു ജാതീയ രാജാവാണ്. പക്ഷെ അവൻ ചെയ്തത് ഒരാവശ്യം വന്നപ്പോൾ ആരോർത്തു? ആകാവ് ഒരു ഗുണമില്ലാത്തവനാ, പെണ്ണും പിള്ള പറയുന്ന എല്ലാം കേട്ട് വേണ്ടത് എല്ലാം ആവശ്യമില്ലാത്ത ചെയ്യുന്നവനാ. പക്ഷെ ആകാവിനോട് ദൈവം എന്ത് ചെയ്തു? കരുണ കാണിച്ചു. അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നോട്, പരമാർത്ഥമായി പിൻഗമിക്കുന്ന നിന്നോട് കരുണ കാണിക്കാതിരിക്കുമോ? ഇന്ന് രാവിലെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്തേ. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ കഴിക്കും. ഒന്ന് തീരുമാനിച്ചേ, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ കഴിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇന്ന് രാവിലെ. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ലൈവിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ആ ഭയപ്പെടുന്ന വിഷയത്തിൽ ഇന്ന് രാവിലെ ഡേറ്റ് നിങ്ങൾ മറക്കാതെ കുറിച്ചു വെച്ചോ. 2026 മാർച്ച് മാസം 15-ാം തീയതി രാവിലെ 8:30 ദൈവം ആ വിഷയത്തിന്മേൽ കരം ചലിപ്പിച്ചു കഴിഞ്ഞു. അവൻ നടകൊള്ളുകയാണ് ആ വിഷയത്തിന്മേൽ. ഇനി നീ ഭയപ്പെടണ്ട. നീ ഭയപ്പെടാതെ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പോ. ആ പർവ്വതം അവിടെ ഇല്ല, ആ ചെങ്കടൽ അവിടെ ഇല്ല, ആ പ്രതികൂലം അവിടെ ഇല്ല, ആ വെല്ലുവിളി അവിടെ ഇല്ല. ഇന്ന് പകൽ അവിടെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. നീ ഇറങ്ങേണ്ടത് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റ ദൂതൻ ഇറങ്ങിയ 1,85,000 കഥ കഴിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ഏതൊക്കെയോ മേഖലകളിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, നിനക്ക് തന്നെ തരണം ചെയ്യാൻ കഴിയാത്ത മേഖലകളിൽ യേശുവിൻ്റെ കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവര്, ഓ നല്ല കർത്താവേ, ഈ നിന്റെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആവലോടെ, ഒത്തിരി ആഗ്രഹത്തോടെ, ഒത്തിരി പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ പാദപീഠം ഓടി വന്ന് അഭയം പ്രാപിച്ച ദൈവജനത്തോട് മനസ്സറിയണമേ കർത്താവേ. നിന്നിൽ മാത്രം ആശ്രയിച്ചു വന്നിരിക്കുന്ന, നിന്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ചു വന്നിരിക്കുന്ന, ഒരു ദൂതിനു വേണ്ടി കൊതിച്ചു വന്നിരിക്കുന്ന ഈ ജനം ഇന്ന് പകൽ മടങ്ങുമ്പോൾ ഒരു കൊയ്ത്ത് കിട്ടിയവരെ പോലെ, ഒരു കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ, ഹല്ലേലൂയ കർത്താവേ, മുറത്തിൽ പറക്കുന്നവനല്ല, മടിയിൽ അളന്നു കിട്ടിയവരെ പോലെ ഇന്ന് പകൽക്കാലം മടങ്ങുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാ എതിരായ പോരുകളെ ശാസിച്ച് ഈ ജനത്തെ യേശുവിൻ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. എല്ലാവർക്കും ഇത്രയും ശബ്ദമുള്ളൂ.
ആരോഗ്യത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ വലിയ ദൈവത്തിന് വലിയൊരു സ്തോത്രം കൊടുത്തേ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പുടുക്കൻ ചായ നമ്മുടെ കൂടെയുണ്ട്. ഒരു അല്പനിമിഷങ്ങൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വാത്സല്യ ചായന് വേണ്ടി ശാരീരികമായിട്ടൊക്കെ നല്ല ക്ഷീണമുണ്ടെങ്കിലും കർത്താവ് കഴിഞ്ഞ 20 വർഷം മുമ്പ് വന്ന രോഗം നമുക്കറിയാം. 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതേ സൈസ് പല രോഗങ്ങൾ വന്നു. പക്ഷേ തൻ്റെ പ്രാണന് വിരോധമായിട്ട് പിശാചിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയും ദൈവം കൽപ്പിച്ച ഒരായുസ് വരെ ഒരു ദോഷവും വരല്ല. എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവമേ, ഈ പട്ടണ നടുവിൽ നമുക്കിങ്ങനെ ദ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് അവസരം ഒരുക്കുക. പ്രിയ പിതാവിനെ ഓർത്ത് കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു അല്പസമയം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ചേർന്ന് ഈ വിശുദ്ധ പകൽക്കാലം, ഈ പ്രഭാത സമയത്ത് ഇവിടെ ഈ ആലയത്തിൽ കടന്നു വന്ന് നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമ്മുടെ ഇടയിൽ ശക്തമായ വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ PC ചെറിയാൻ അവറുകൾ എല്ലാ നിലകളിലും താൻ പറഞ്ഞു, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ എന്നാൽ എൻ്റെ ഒരു പിതാവിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് PC ചെറിയാൻ പാസ്റ്റർ. കണ്ട നാൾ മുതൽ അന്യോന്യം ഹൃദയം തുറന്ന് സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ആദരിപ്പാനും ദൈവം തന്നിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരമോ പ്രയാസമോ ഉണ്ടായാൽ ഞാൻ ചുരുക്കം പേരോടെ പറയത്തുള്ളൂ. പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ ആൾ കർത്താവിൻ്റെ ദാസനാണ്. ഹൃദയത്തിൻ്റെ ഭാരം ഇറക്കി വെക്കുന്ന ദൈവസന്നിധിയിലാണ്. അത് പറഞ്ഞ ശേഷം ദൈവത്തോടും എൻ്റെ ദാസനോടും പറയും. കാരണം മറ്റൊന്നുമല്ല, ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ നാം കേട്ടു, അയ്യോ യഹോവേ എന്ന് നിലവിളിച്ചപ്പോൾ അത് വിളിച്ചത് ആരോടാ? ദൈവത്തോടാ. എന്നാൽ ദൈവം ആളെ അയച്ച് പറഞ്ഞു വിട്ടത് യെശയ്യാവിനെയാണ്. സ്തോത്രം. ദൈവദാസന്മാരെയാണ് നമ്മുടെ അടുത്തോട്ട് വിട്ട് ദൂത് അറിയിക്കുന്നത്. അവർക്കാണ് നമ്മളോട് സംസാരിക്കാനുള്ളത്. നാം ഓരോരുത്തരും ദൈവസന്നിധി കരയുന്ന കരച്ചിൽ സ്വർഗത്തിലാണ് ചെല്ലുന്നത്. അതിനെങ്ങും തടസ്സം വരുന്നില്ല. എന്നാൽ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഉത്തരം അതെ ഓർഡർ കൊടുക്കുന്നത് ആരാ? തൻ്റെ ഭക്തന്മാരോടാണ്. അവരാണ് വന്ന് നമ്മളോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഏലിശ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ തൻ്റെ ഭർത്താവ് മരിച്ചുപോയി, കടം കയറി, പ്രാരാബ്ധമായി. കടക്കാർ വന്നിട്ട് തൻ്റെ മക്കളെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് പോകാൻ അവർ തീരുമാനമെടുത്തു. എന്നാൽ ആ വിശ്വസ്തയോടെ ആ ദൈവദാസിക്ക് പറയുവാനുള്ളത് എന്താ? നിൻ്റെ ദാസൻ ആയ എൻ്റെ ഭർത്താവ് അതെ വിശ്വസ്തയോടെ അങ്ങേ സേവിച്ചു. ആ ഒരു സാക്ഷ്യം. അപ്പോൾ ദൈവം അയച്ചത് ആരെയാ? തൻ്റെ ഒരു ഭക്തനെ ഇങ്ങോട്ട് അയച്ചത്. അതെ മകളെ, നിൻ്റെ പക്കൽ എന്തുണ്ട്? ഇത് ചോദിക്കുവാനായിട്ട് തൻ്റെ ദാസനെയാണ് നിയോഗിച്ച് ഇങ്ങോട്ട് അയച്ചത്. നിൻ്റെ പക്കൽ എന്തുണ്ട്? എൻ്റെ പക്കൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. സ്തോത്രം. നമ്മുടെ ഉള്ള അവസ്ഥ ദൈവത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. നാം ഒന്നും മറച്ചു വെക്കണ്ട. എൻ്റെ പക്കൽ എന്തുണ്ട് എന്നുള്ളത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നെങ്കിൽ തീർച്ചയായും ആ ഒരു ഭരണി എണ്ണ തന്നെ അധികമാണ്. സ്തോത്രം. എന്നാൽ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കടക്കാർ വരുന്നുണ്ട്, പ്രശ്നമുണ്ട്, പട്ടിണിയുണ്ട്, മക്കളെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും ദൈവദാസി
തൻ്റെ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിലുള്ളത് കൊണ്ടാണ്, ആത്മാവ് നിറവിൻ്റെ ആ എണ്ണയാണ് തന്നിലുള്ളത് കൊണ്ടാണ് അതെങ്ങും മോശപ്പെട്ടു പോയിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോയില്ല, അത് നഷ്ടപ്പെടുത്തിയില്ല. ആ സാഹചര്യങ്ങളൊന്നും അതിനെ ഇല്ലാതാക്കിയില്ല. ദൈവത്തിൻ്റെ ദാസനെ അയച്ച് അതെ നിനക്ക് ഇവിടെ എന്തുണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ചോദിക്കാം. അതെ ദൈവദാസൻ ചോദിക്കുന്നു, അതെ എനിക്ക് ഇവിടെ നിൻ്റെ പക്കൽ എന്തുണ്ട്? ഉള്ള അവസ്ഥ പറയുവാൻ, ഉള്ളത് നമ്മളെ തന്നെ ഒരു താഴ്ത്തുവാൻ. അതേ സ്തോത്രം. അതേ ഭരണിയിലെ പാത്രങ്ങൾ കൊണ്ടുവരിക, അത് നിറയ്ക്കട്ടെ, അത് നിറച്ച് നീ അത് വിറ്റ് നിൻ്റെ കടബാധ്യത മുഴുവൻ തീർക്കുക. ക്ഷാമകാലത്ത് നിന്നെ പോറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അതുവരെ അത് കടക്കാർ വരുമ്പോൾ പാത്തൊളിച്ച് വീടിൻ്റെ പുറയിലും അവിടെ ഇവിടെ മാറിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോൾ ആ ദൈവദാസി ആ അമ്മച്ചി മുന്നോട്ട് വന്നിട്ട് പൈസ മടി കെട്ടിക്കൊണ്ട് വന്നിരുന്നിട്ട് ആരാ വരുന്നത് വരട്ടെ, എത്ര തരേണ്ടത് ഇന്ന് എടുത്തോ എന്ന് പറയുവാൻ തക്കവണ്ണം ആ പ്രിയ ദൈവദാസിയെ ശക്തീകരിച്ചെങ്കിൽ, ബലപ്പെടുത്തിയെങ്കിൽ, അന്ന് ഓടി ഒളിക്കാതെ അത് ദൈവം ഏൽപ്പിച്ചുവെങ്കിൽ അത് ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലിയതാ. അപ്പം നിൻ്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ തലമുറയെ കാണുന്ന അവർ അന്യാധീനപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അത് നിന്റെ മക്കളെക്കുറിച്ചോ നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ നിന്റെ തലമുറയെക്കുറിച്ചോ നാം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക. ദൈവമേ എന്ന് ഹിസ്കിയാവ് വിളിച്ചതുപോലെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ദിവസത്തെ പ്രാർത്ഥനയൊക്കെ എനിക്കറിയാം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ദൈവസഭ ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കുടുംബമായിട്ട് അത് ഞങ്ങളെ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പല കാരണങ്ങൾ, ഇന്നലെ പകൽ വരാമെന്ന് ചിന്തിച്ചെങ്കിലും അപ്പോൾ ഞങ്ങളുടെ നെല്ലിക്കപ്പള്ളി സഭയിലെ മാസയോഗം അത് ഞങ്ങളുടെ സഭയെ വെച്ചാണ് നടക്കുന്നത്. അത് പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് പോയി. എന്തോ ഞാൻ ഇന്ന് തീരുമാനിച്ചു, ഇന്നപ്പോൾ വേറെ ചിറ്റാറിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ചിറ്റാറിന് പോകണം. ഞാനപ്പോൾ വിചാരിച്ചു രാവിലെ ഏതായാലും 7 തൊട്ട് 9 വരെയുള്ള സമയം ഇവിടെ വന്ന് ദൈവമക്കളെ കണ്ട് ദൈവത്തോട് നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച ശേഷം അതെ ഒന്ന് പോകാം. സ്തോത്രം. എനിക്കിത് കടന്നു വന്നത് വളരെ അനുഗ്രഹമായി, വളരെ സന്തോഷമായി. എൻ്റെ ഹൃദയത്തിന് എൻ്റെ ഭാരങ്ങൾ ദൈവത്തിന് ഇറക്കി വയ്ക്കുവാൻ. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ദാസൻ്റെ മെസ്സേജുകൾ അത് യൂട്യൂബിലും അങ്ങനെ പലപ്പോഴും എപ്പോഴും എനിക്ക് അതും ആവശ്യം തോന്നുന്ന സമയത്ത് അത് ഇട്ടുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത് ഇരിക്കുമ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. എന്നാൽ നേരിട്ട് വന്ന് ശുശ്രൂഷ കാണുവാൻ, കേൾക്കുവാൻ, അതേ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശമരിയാക്കാരൻ, അതേ സ്തോത്രം, നല്ല ശമരിയാക്കാരൻ്റെ കഥ നമുക്കറിയാം. അദ്ദേഹം വന്ന് അതേ ആക്രമിക്കപ്പെട്ട ആ പാവം പിടിച്ച ആ മനുഷ്യനെ അവിടെ വഴിയമ്പലത്തിലാക്കിയിട്ട് ചോദിക്കുന്നു, എല്ലാം വേണ്ടതെല്ലാം കൊടുത്തു, വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിലധികമായി ഞാൻ എന്തെങ്കിലും ചെലവിട്ടാൽ ഞാൻ തന്നുകൊള്ളാം. അധികമായി എന്തെങ്കിലും ചെലവിട്ടാൽ. അതേ പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ലിമിറ്റ് വെച്ച ഉള്ളതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അധികമായ ഒരു പ്രവർത്തനമാണ്, അധികമായി ചിലത് ചെയ്യുവാൻ. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. തനിക്ക് ഒരു സഭയുണ്ട്, ആ സഭയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മറ്റുള്ള സ്റ്റേറ്റ് ലെവലിൽ ഇന്ത്യ ആഗോളമായിട്ടുണ്ട്. ലോകത്തെ എല്ലാ കൺവെൻഷനും പോയി പ്രസംഗിക്കുന്നുമുണ്ട്. എന്നാൽ പിന്നെയും റാന്നിയുടെ ഈ മണ്ണിൽ ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു ആരാധന ഉടലെടുക്കുവാൻ, പ്രവർത്തിപ്പാൻ തന്നിലായ അത് ഞാൻ ചിന്തിച്ചു. ഇത് വചനം കണ്ടപ്പോൾ ഇതിൽ ഉപരിയായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ഉപരിയായി ഇപ്പം ചെയ്യുന്നതിൽ തൃപ്തിപ്പെടുകയല്ല, അധികമായി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ വാഞ്ചയുള്ളവരായിരിക്കണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരെയാണ്, ആ മനസ്സോടെ ഓടുന്നവർ 1 മൈൽ എക്സ്ട്രാ ഓടുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പറഞ്ഞത് മാത്രം
അത് ഇന്ന് വന്നു ആ കൃത്യം ചെയ്തു നമ്മൾ മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, പിന്നെയോ മടുത്തു പോകാതെ പിന്നെയും ഒരു പടി കൂടെ മുന്നോട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ അല്ലയോ എന്ന്, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിൽ എത്തി. ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് പോയ ജോസഫ് എവിടെ എത്തി? ശേഖേമിൽ എത്തി. ഓക്കെ. അവിടെ ശേഖേമിൽ അവിടെ നോക്കിയപ്പോൾ അവരെ ആടിനെ ഒന്നും മേയ്ക്കുന്നില്ല, ആരും അവിടെ ഇല്ല. അവിടെ അലഞ്ഞു തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അന്വേഷിച്ചു. അപ്പോൾ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാർ എവിടെ പോയി, നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ യോർദാനിലേക്ക് പോകണമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ വേണേ പിതാവ് പറഞ്ഞത് എന്തുവാ? ഹെബ്രോനിൽ നിന്ന് പോയി ക്ഷേമം അന്വേഷിച്ച് പോരുന്നാൽ മതി, യോർദാനിൽ പോകാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ യോസേഫ് ചെയ്തത് ഒരു പടി മുന്നോട്ട് പോയി. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു പടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം അനുകൂലമായിരിക്കണമെന്നില്ല, ചിലപ്പം പ്രതികൂലമായിരിക്കും. ചിലപ്പോൾ ചേട്ടന്മാർ പിടിച്ചു കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ ഇട്ടെന്നിരിക്കും. അവന് ജീവഹാനി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പൊക്കിയെടുത്ത് അത് കച്ചവടക്കാർക്ക് വിറ്റെന്നിരിക്കും. ഇതൊക്കെ സംഭവിക്കും. എന്നാൽ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്തെ വിശ്വസ്തയോടെ ഒരു മൈലിലൂടെ മുന്നോട്ട് പോകുവാൻ, ഒരു പ്രവൃത്തിയൂടെ കൂടുതൽ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും. സ്തോത്രം. ഇവിടെ കൂടി വരുന്ന ദൈവജനത്തോട് ഒരു വാക്ക് പറയട്ടെ. ദൈവദാസൻ വിളിക്കുന്നത് കൊണ്ട് വന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രഭാത ആരാധന ഇവിടെ ഉള്ളത് എന്ന് സ്തോത്രം നാം സ്വയം മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ അതിനുവേണ്ടി പ്രതികരിച്ച് അർപ്പിക്കുന്നുവെങ്കിൽ ഇത് വലിയ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. സ്തോത്രം. നമ്മൾ എത്ര തിരക്ക് വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, എത്ര പ്രയാസം വന്നാലും അതിൻ്റെ നടുവിൽ ഒരു പടി മുന്നോട്ട് വരുവാൻ സ്തോത്രം ദൈവാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ വാക്കിലെ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ലഭിച്ച ഈ നല്ല സുവർണാവസരം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവമക്കളുടെ പ്രാർത്ഥന നിർത്തിപ്പോകരുത്. ദൈവം സർവശക്തനാണ്, അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളുകൾ എന്നെ നടത്തിയൊരു ദൈവമുണ്ട്, നമ്മളെ ഓരോരുത്തരെയും നടത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവം വിശ്വസ്തന. പ്രതികൂലത്തിന് വിട്ടുകൊടുക്കുന്നില്ല, ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല, മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല, രോഗത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ഭാവി ശത്രുവല്ല തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം ജീവിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രശ്നങ്ങൾ പലതുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവസന്നിധി താഴ്ത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. വളരെ അനുഗ്രഹീതമായ സാക്ഷ്യവും സന്ദേശവും ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കർത്തദാസനുണ്ട്. വാസ്തവത്തിൽ കുറേയേറെ സമയം കൊടുക്കേണ്ടതാണെങ്കിലും ഒരു 5 മിനിറ്റ് സാക്ഷി പറയാനായിട്ട്. കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരാധന അനുഭവിക്കാനും കർത്താവിൻ്റെ ദാസൻ എന്ന് കേൾപ്പാനുമായിട്ടാണ് ഞങ്ങൾ കുടുംബമായിട്ടൂടെ കടന്നു വന്നത്. കുമ്പനാടാണ് സ്വദേശം. പുറമേറ്റം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ അംഗമാണ്. അപ്പോൾ തന്നെ ഞാൻ വിശ്വാസത്തിൽ ജനിക്കപ്പെട്ടത് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് നയിച്ചത് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ മി ചാക്കോ അവറുകളും പാസ്റ്റർ NG സാങ്കുട്ടി അവറുകളുമാണ്. കഴിഞ്ഞ 33 വർഷമായി തിരുവചനത്തിൻ്റെ സാക്ഷ്യമായിട്ട് കർത്താവ് അയക്കുന്നിടങ്ങളിൽ നിൽപ്പാൻ കർത്താവ് കൃപ തന്നു. ഇപ്പോൾ 18 വർഷമായി വയനാട്ടിൽ ആദിവാസി സമൂഹത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ PC ചെറിയാൻ പാസ്റ്ററോടും അപ്പോൾ തന്നെ പ്രിയ കാച്ചാണത്തച്ചാൻ മറ്റു കർത്തൃദാസന്മാരോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനിടയായതുകൊണ്ട് സ്തോത്രം. PC ചെറിയാൻ പാസ്റ്ററുടെ വചന ശുശ്രൂഷകൾ യൂട്യൂബിൽ കൂടെ ഉള്ളത് ദീർഘദൂരമുള്ള യാത്രയിൽ പലപ്പോഴും ഞാൻ 12 മണിക്കൂർ വേണം കുമ്പനാട്ടു നിന്ന് വയനാട് വരെ ഞങ്ങൾ താമസിക്കുന്നിടം വരെ ഡ്രൈവ് ചെയ്യുവാൻ.
മിക്കവാറും ഡ്രൈവ് ചെയ്യുമ്പോൾ പാസ്റ്ററുടെ ഒരു 2 പ്രസംഗം 3 പ്രസംഗമൊക്കെ ഇപ്പം എനിക്കറിയത്തില്ല, ഒരു പ്രസംഗം തന്നെ പല പ്രാവശ്യം കേട്ടു. പല പ്രസംഗങ്ങളും ഇപ്പോൾ പ്രസംഗമെന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ, ശക്തമായ ദൂതകൾ. ഇന്ന് പകൽ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തിരുവചനത്തിൽ കൂടെ ദൈവാത്മാവ് സംസാരിപ്പാനായിടയായി, ഞങ്ങളെ ഉറപ്പിക്കുവാനായിടയായി, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തീകരിക്കുവാനായിടയായി. 2 വിഷയങ്ങൾ ദൈവാത്മാവിനോട് സംസാരിച്ചത് പറഞ്ഞിരിക്കട്ടെ. ഞാനിവിടെ കയറി വന്നപ്പോൾ മുതൽ ദൈവാത്മാവിനോടൊരു വചനം ഇടപെട്ടു. യോസേഫ് ഫലപ്രദമായ വൃക്ഷമാണ്, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷമാണ്. അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നിരിക്കുന്നു. സുരക്ഷിതത്വത്തിന് ചേട്ടന്മാർ കെട്ടിയ മതിലല്ല, ഞെരുക്കിക്കളയുവാൻ, വളർച്ചയെ കെടുത്തിക്കളയാൻ കെട്ടിയ മതിലുകൾക്ക് മുകളിൽ കൂടെ വായ്ത്തത്ത സന്തതിയുടെ നാമ്പുകൾ വളരുവാനായിടയായി. ഈ ബിൽഡിങ്ങിനകത്ത് ഇവിടെ ആരംഭിച്ച ആരാധന, ഈ പട്ടണത്തിൽ ആരംഭിച്ച ആരാധനയെ ഇരുട്ടിൻ്റെ ശക്തികൾ, അന്ധകാര മണ്ഡലങ്ങൾ എത്ര ഞെരുക്കുവാൻ നോക്കിയാലും ആത്മനിറവുള്ള ദൈവമക്കളായി എൻ്റെ മുമ്പിലിരിക്കുന്നത് അഭിഷിക്ത ദൈവദാസനോട് ചേർന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇത് വളരുവാൻ പോകുകയാണ്. ഇതിൻ്റെ കൊമ്പുകൾ ഫലം കായ്ക്കുവാൻ പോകുകയാണ്. ഫലമില്ലാത്തൊരു വളർച്ചയല്ല, ശിഖരങ്ങൾ ആർത്തിരമ്പുന്ന ഒരു വളർച്ചയല്ല, ഇലകൾ ഒത്തിരിയുള്ള ഒരു വളർച്ചയല്ല. ശിഖരങ്ങളും ഇലകളും ഒത്തിരി ഉള്ളപ്പോൾ തന്നെ അതിനകത്ത് ഫലങ്ങളാൽ നിറയപ്പെടാൻ പോകുകയാണ്. 2-ാമത്തെ വചനം യോബിൻ്റെ പുസ്തകം 5:24. നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും, നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതെ ഇരിക്കയില്ല. നഷ്ടപ്പെട്ടു പോയത് നിന്റെ കൂടാരത്തിനകത്ത് മടങ്ങി വരാൻ പോകുകയാ. അത് ആരോഗ്യമായാലും സ്വസ്ഥതയായാലും തലമുറയുടെ വിഷയമായിരുന്നാലും ശുശ്രൂഷ വിഷയമായിരുന്നാലും, ശത്രു അപകരിച്ചതിനെ, ദുഷ്ടൻ അപകരിച്ചതിനെ, ശത്രു കവർന്നു കൊണ്ടുപോയ നിന്റെ സ്വസ്ഥത, നിന്റെ ആരോഗ്യം, ഹല്ലേലൂയ, നിന്റെ സമാധാനം, അത് മടങ്ങി വരാൻ പോകുക. നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും, നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതെ ഇരിക്കയില്ല. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.